ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ ക്ലീനിങ് വീഡിയോസൊക്കെ കാണാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ ഇതൊരു കുറച്ച് ക്ലീനിങ് വീഡിയോയും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ. നമ്മളിന്ന് ന്യൂ ഇയറൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതിന് മുൻപേ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയറിനെ വരവേൽക്ക് നമ്മുടെ വീടും കൂടെ ഒരുങ്ങണമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു. പലചരക്ക് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതങ്ങ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വന്നിട്ട് പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡ് കൂടി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒന്നിച്ച് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഒരു റബ്ബർ കാർഡൊക്കെ കഴിഞ്ഞിട്ട് വേണം മെയിൻ റോഡിലോട്ട് എത്താനായിട്ട്. അപ്പോൾ ആദ്യം പോകുന്ന വഴിക്ക് തന്നെ മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. മീനും പലചരക്ക് സാധനമാണ് മെയിനായിട്ട് വാങ്ങിക്കേണ്ടത്. അപ്പോൾ അവിടെ പോയപ്പോൾ നിറച്ചും നല്ല നല്ല മീനുകൾ വലുതും ചെറുതും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഫോണെടുത്ത് പതുക്കെ വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന്. കരിമീനും ചെമ്മീനും അതുപോലെ നമ്മുടെ കേര, ചൂര, ഒലക്കൊടിയൻ അങ്ങനത്തെ വലിയ വലിയ മീനുകളും പിന്നെ നമ്മളെ പേരറിയാത്ത ഒട്ടനവധി മീനുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പലചരക്ക് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ചില ദിവസങ്ങളിൽ ഓഫർ ഉണ്ടാവും കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ നിറച്ച സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ബില്ലിംഗ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. സാധനങ്ങൾ എടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ബോറിങ്ങാന്ന് പറയാം. എന്താ വെച്ചാൽ എപ്പോഴും ഒരേ തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് ബോറടിക്കില്ലേ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ക്ലീനിങ് ആണ് കേട്ടോ. കുറച്ച് ദിവസമായി ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അതെന്തായാലും ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ചില ദിവസമാണ് കേട്ടോ ഈ ഒരു ക്ലീനിങ് മൂഡൊക്കെ വരിക. അന്ന് ഒന്നും നോക്കിയില്ല എന്ന് ചെയ്ത്. ഇന്ന് നമുക്ക് ഈ മാറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഡ്രൈ ക്ലീൻ ഒന്നും ചെയ്ത് എടുക്കുന്നില്ല. എൻ്റെ മോനാണെങ്കിൽ മിക്കവാറും സമയം ഈ ഒരു മാറ്റിലാണ്. അവൻ്റെ ടി വി കാണലും പഠിത്തവും ഒക്കെ ഈ ഒരു മാറ്റിലാണെന്ന് പറയാം. നമ്മുടെ ഈ ഒരു സെറ്റിയുടെ താഴെ ഇടുന്ന ഒരു മാറ്റില്ലേ, ആ ഒരു മാറ്റാണ് കേട്ടോ. അപ്പം ഞാൻ ബേക്കിംഗ് സോഡയും പൗഡറും എടുത്തിട്ടുണ്ട്. അപ്പം ഡ്രൈ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇത് വെയിലത്തെടുത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പൊടിയൊക്കെ മുട്ടിയതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ വെതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ പൗഡറും ഇത് രണ്ടും വെതറിയിട്ട് കുറച്ച് സമയം നമുക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി എടുത്താൽ മതി, മുട്ടി തട്ടി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഉപയോഗിക്കാത്ത പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന പൗഡറാണ്. എൻ്റെ ഹസ്ബൻഡ് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഓടിക്കും ഇവിടുന്ന്, കണ്ട വഴി ഓടിക്കുന്നു പറയാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തോളും. എന്നിട്ട് നമുക്കൊന്ന് മുട്ടിയെടുക്കാം. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഡസ്റ്റ് അലർജി ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ മാസ്ക് ഇട്ട് പണിയൊന്നും എടുക്കില്ല. ഇതെന്തോന്നറിയില്ല, മാസ്കിനോട് എനിക്കൊരു അലർജിയാണ്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ഉരച്ചൊന്ന് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്കൊന്ന് മുട്ടിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു വാതിലൊക്കെ ഇല്ലേ, നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അന്നേരമുള്ള അവസ്ഥയിലാണ്. പിന്നെ ഇതുവരെ ഒന്നും തുടച്ചിട്ടുണ്ടായില്ല. ഏകദേശം 4 മാസം ആവാറായി എന്ന് പറയാം. ഓഗസ്റ്റിലായിരുന്നു ഹൗസ് വാമിങ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മാറാലയില്ല, പക്ഷേ പൊടിയുണ്ട് കേട്ടോ. മാറാലയൊന്നും പിടിച്ചിട്ടില്ല, പൊടിയുണ്ട്. അപ്പോൾ അതൊന്ന് പൊടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സിറ്റ് ഔട്ടാണ് ഇന്ന് മെയിനായിട്ട് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജനലൊക്കെ ഒന്ന് തുടച്ച് കമ്പിയൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സിറ്റ് ഔട്ട് ആയതുകൊണ്ട് നല്ലതുപോലെ പൊടി ഉണ്ടാകുമെന്ന് പറയാം. എന്നാലും ഭയങ്കരമായിട്ട് പൊടിയില്ല കേട്ടോ. നമ്മുടെ പഴയ വീട്ടിലൊക്കെ ആണെങ്കിൽ റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല പൊടിയായിരുന്നു. അപ്പോൾ അത്രയില്ല. അപ്പോൾ ആദ്യം വെറുതെ ഒന്ന് റഫായി തുടച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ലിക്വിഡൊക്കെ ഇട്ടിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ പൊടി തട്ടുന്ന ഈ ഒരു സാധനം എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ കോലടക്കം എനിക്ക് പിടിക്കാൻ തീരെ കംഫർട്ടബിളില്ല. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് ഇത് മാത്രമായിട്ട് ആദ്യം പൊടിയൊക്കെ ഒന്ന് മുട്ടിയെടുക്കാൻ വെച്ചും പിന്നെ ഈ ജനലിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ സൈഡിലൊക്കെ മാറാലേക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ലോഷൻ ഇട്ടിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ആ ജനലിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ 2025 അതായത് അടുത്ത വർഷം എങ്കിലും ഒരു കറക്റ്റായിട്ട് റൊട്ടീനിൽ എനിക്ക് ക്ലീനിങ് പരിപാടികളൊക്കെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. എല്ലാ വർഷവും തുടക്കത്തിലെല്ലാം ചെയ്യും, പക്ഷെ പകുതി എത്തുമ്പം എല്ലാം ഉൾട്ടയടിക്കും. അപ്പോൾ ഈ വർഷം എന്തായാലും കറക്റ്റായിട്ട് എല്ലാം ചെയ്ത് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് പോകുകയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പുരയിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ. അപ്പോൾ നമ്മുടെ ഈ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ
എൻ്റെ വീഡിയോസിൽ എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെയുള്ള ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത്. അല്ലാതെ വേറെ എല്ലാ ആൾക്കാരൊന്നും കാണുന്നില്ല എന്നുള്ള വേറെ കാര്യം. അപ്പോൾ അവർക്കൊക്കെ ഇൻട്രസ്റ്റ് ഈ ക്ലീനിങ്ങും അതുപോലത്തെ ഈ ഒരു കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഡേ ഇൻ മൈ ലൈഫും വ്ളോഗും അതൊക്കെയാണ്. അപ്പം അതൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില സമയങ്ങളിൽ വഴിതിരിച്ച് വേറെ വഴിയിൽ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ചെയ്ത് തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചെയറും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോ ഏരിയ അങ്ങ് ചെയ്ത് തീർത്താൽ തന്നെ ഭയങ്കര ആശ്വാസമാണ്. പിന്നെ ഇതൊക്കെ എത്ര സമയം ഇരിക്കുമെന്നും നമുക്ക് പറയാനേ പറ്റില്ല. കാരണം ഒരു വൈകുന്നേരം ആയാൽ തന്നെ മക്കൾ കയറി ഇറങ്ങി കൊളാക്കും. മാത്രമല്ല പിങ്കിയും കയറി ഇറങ്ങി കൊളാക്കും. സിറ്റ് ഔട്ടൊക്കെ എന്തായാലും എല്ലാ ദിവസവും ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി അടിച്ചെടുക്കേണ്ടി വരും. അതെനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ എന്ത് ചെയ്തിട്ടും ചില സമയങ്ങളിൽ കാര്യമില്ലാതായി പോവാറുണ്ട്. എന്നാലും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമില്ലേ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ഞാൻ ആദ്യം വെച്ച് വെള്ളമൊക്കെ അടിച്ചൊന്ന് കഴുകാമെന്ന് പിന്നെ വിചാരിച്ചാൽ അതിന് ഒത്തിരി സമയം എടുക്കും. അല്ലെങ്കിൽ ഈ ടൈമിൽ നിന്ന് പുറത്തൊക്കെ പോയി വന്നപ്പം അപ്പം മുഴുവനായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ സിറ്റ് ഔട്ട് അവിടെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിച്ച് വെക്കണമെന്നുണ്ട് കേട്ടോ. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര വെയിലാണ് സിറ്റ് ഔട്ടിൽ. അത് ഇൻഡോർ പോട്ടുകളൊന്നും അങ്ങനെ നിൽക്കില്ല എന്ന് തോന്നുന്നു. എന്നാലും ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം. അടുത്ത ദിവസം പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം പഴയ പോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങോട്ടാ പോകുന്നത്? കുളിക്കാൻ വീട്ടിൽ സ്ഥലമില്ലേ? തൊണ്ടയിലെ കരികരിപ്പ് മാറുന്നില്ല. സ്ട്രെപ്സിൽസ് വാങ്ങിച്ചാൽ മതിയാ. സ്ട്രെപ്സിൽസ് ശരിക്കും ഈ 10 ദിവസം നമുക്ക് കിട്ടിയിട്ടില്ലേ, വെക്കേഷൻ എവിടെയും പോയിട്ടില്ല എന്ന് തന്നെ പറയാം. നമുക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ. അവരുടെ വെക്കേഷൻ അവർക്ക് മെയിൻ ആണല്ലോ. അപ്പോൾ എവിടെയും കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ടായിരുന്നു. പിന്നെ ഇത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് ഹസ്ബൻഡ് കടയിൽ നിന്ന് ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നാട്ടിലും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് എവിടെയും പോവാതിരുന്നത്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെ തമ്മാനിമറ്റം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. തൂക്കുവാലൊക്കെ ആയിട്ട് മുന്നേ ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്ക് പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം തീരെ പോയില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികളെ കൊണ്ട് ഇന്ന് അവിടെ പോയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ സാധാരണ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാവും. ഇപ്പോഴെ നിറച്ചും ആൾക്കാരായിരിക്കും കുളിക്കാനൊക്കെ, അധികം ആഴമൊന്നുമില്ല. പക്ഷേ ഇന്ന് പോയപ്പോൾ ഇതേ പോത്തിനെ കുളിപ്പിക്കുമായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ അതൊക്കെ പോത്തിൻ്റെ കുളിസീനാണ് നമ്മൾ പോയ വഴി തന്നെ കണ്ടത്. പിന്നെ കുറേ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. കുട്ടികളും വലിയ ആൾക്കാരെ ആയിട്ട് ഒത്തിരി ആൾക്കാർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി സമയം നമ്മൾ അവിടെ നിന്നിട്ട് അതൊക്കെ കണ്ടു കേട്ടോ. അതിനുശേഷം കുട്ടികൾ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോത്തിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. അവൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. ആദ്യം നമ്മളൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ല. എനിക്കെന്തോ ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന്. പിന്നെ ചെറിയൊരു ജലദോഷത്തിൻ്റെ കുളമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും ഇറങ്ങി, ഹസ്ബൻഡും ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, അവരും കൂടെ ഇറങ്ങി. എന്നിട്ട് ഇച്ചിരി സമയം കുറച്ച് സമയം വെള്ളത്തിലൊക്കെ കളിപ്പിച്ച്, അധികം ആഴത്തൊന്നും പോവാതെ ഈ ഇട്ടാവട്ടത്ത് തന്നെ കുറച്ച് സമയം കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോടും കൂടി ചാടാൻ പറയുകയാണ്. ഞാനിങ്ങനെ മടിച്ചിരിക്കുമായിരുന്നു. കുറച്ച് സമയം വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരുന്ന് അവിടെ നിന്ന് കളിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഞാനും ഇറങ്ങാറുണ്ട്. ഈ വെള്ളത്തിലിറങ്ങി അങ്ങ് കുറച്ചുകൂടി ആഴത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് കളിച്ചിട്ടൊക്കെ വരാറുണ്ട്. വലിയ ആഴമൊന്നുമില്ല, നമുക്കൊക്കെ ഇറങ്ങാവുന്ന സ്ഥലമേ ഉള്ളൂ. നല്ല തിരക്കായിരിക്കും ചില സമയത്ത് പോയി കഴിഞ്ഞാൽ. ഈ പ്രാവശ്യം എന്തോന്നറിയില്ല, വെള്ളം ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അധികം ആൾക്കാരും ഇല്ല. പിന്നെ മഴ അങ്ങ് മാറി നിന്നില്ലല്ലോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ വൈകുന്നേരം ഒരു സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പൊതുജന ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡേഞ്ചറായ ഏരിയ ആണ്. എന്നാലും അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് കളിച്ചിട്ടൊക്കെ വരാം വെള്ളത്തിൽ. അപ്പം പണ്ടുണ്ടായിരുന്ന തൂക്കുപാലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വരുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി കഴിഞ്ഞാലേ നല്ല വിശപ്പായിരിക്കും. അത് പൂളിന്നാണെങ്കിലും പുഴയിലാണെങ്കിലും എവിടെയാണെങ്കിലും വെള്ളത്തിൽ കളി കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ നല്ല വിശപ്പായിരിക്കും, കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും. അപ്പോൾ അവരുടെ മെയിൻ ഉദ്ദേശം ഈ ഒരു പുഴയിൽ പോവുക, തട്ടുകട
കടയിൽ നിന്ന് എന്തെങ്കിലും ഇതുപോലത്തെ ബജ്ജിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. എന്നിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് അതൊക്കെ കഴിക്കുക. അവർക്ക് നമ്മുടെ പുറത്തൊന്നും വലിയ ദൂരങ്ങളിലൊന്നും പോകണ്ടെന്നേ, ഇതൊക്കെ ചെയ്തു കൊടുത്താൽ തന്നെ അവർ ഹാപ്പി ആയിരിക്കും. ഷോപ്പിങ്ങും ക്ലീനിങ്ങും ഔട്ടിങ്ങും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.